അറോമ ആദ്യമായിട്ടാണ് സ്റ്റേ കാണാൻ പോകുന്നത്. ഫോട്ടോ പോലും കണ്ടിട്ടില്ല. നല്ലത് എങ്ങനെയുണ്ട്? നമ്മൾ ഇതുവരെ കണ്ടല്ലോ. ഇതാണോ അത്? നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. ഇത് ഞാൻ വ്ളോഗിലിടും കേട്ടോ. സീരിയസിലെ ഭൂതം. Look at the skies, it's so pretty. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മൾ വർക്കലയിലാണുള്ളത്. എത്ര കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ വർക്കലയ്ക്ക് വരുന്നത്? 3 years. 3 years. കുറെ കാലം പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ വന്നു. ഇപ്പൊ നമ്മള് ഇന്നലെ രാത്രി 9:30 ട്രെയിൻ കയറി. ഇപ്പൊ ഒരു 6 o'clock ഒക്കെ ആയപ്പം നമ്മളിവിടെ വർക്കല റീച്ചായി. അവിടെ നിന്ന് ഒരു 4 kilometers ഉണ്ടായിരുന്നു സ്റ്റേയിലേക്ക്. നമ്മൾ നടന്നിട്ടാണ് വന്നത്. പിന്നെന്താ, ഇപ്പൊ നമ്മള് ചെക്ക് ഇൻ ചെയ്യാൻ സമയമാവാത്തോണ്ട് നമ്മളിപ്പോ ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഇവിടെ അടിപൊളി സ്റ്റേ ആണ്. സ്റ്റേനെ കുറിച്ച് എന്താ അഭിപ്രായം? 10 on 10. നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് എത്ര കാലായി? 10. ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് എന്താണ് മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ കഫേ എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ സൺസെറ്റ് കാണാൻ പോകണം. നൈറ്റ് എന്താ ചെയ്യാ? നൈറ്റ് നമുക്ക് ഡിന്നർ ഡേറ്റിന് പോകണം. ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സമയമാകുമ്പോൾ നമ്മൾ റൂമൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്റ്റേ ആണ്. ആരെങ്കിലും വർക്കല വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. പ്ലേസ് ചെയ്താ പറ. ബ്ലാക്ക് ബീച്ചില് എന്തായിരുന്നു, ആന്റലിയ ഷാലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ ആണ്. നല്ല പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്, നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തതാണ്. എന്താ, പൈസ കൊടുക്കുന്ന പൈസക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ള സ്റ്റേ ആണ്. ആൻഡ് ആരതൊക്കെ പ്ലാൻ ചെയ്തത്? എക്സാം ആയിരുന്നു. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് റൂമിൽ പോയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ സ്റ്റേന്റെ അടുത്ത് എത്തി. അറോമ ആദ്യമായിട്ടാണ് സ്റ്റേ കാണാൻ പോകുന്നത്. ഫോട്ടോ പോലും കണ്ടിട്ടില്ല. നല്ലത് എങ്ങനെയുണ്ട്? നമ്മൾ ഇതുവരെ കണ്ടല്ലോ. ഇതാണോ അത്? ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം, ആന്റലിയ ഷാലേറ്റ്. ഇത് ബ്ലാക്ക് ബീച്ചിലാണ് വരുന്നത് ലൊക്കേഷൻ. ഇതാണ് നമ്മൾ സ്റ്റേയിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക്. സൗണ്ടൊക്കെ പോയി. പുറത്തന്നെ ബീച്ചിൽ പോയി. കുറച്ച് കൂടിപ്പോയോ? നമ്മളിപ്പം റെഡിയായി ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് 2 മണിയായി. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ്. ആൻഡ് ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇറ്റ്സ് സോ പ്രിറ്റി ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ബീച്ചാണ്. ലുക്ക് അറ്റ് ദി സ്കൈസ്, ഇറ്റ്സ് സോ പ്രിറ്റി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സ്റ്റേയിലത്തെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്ഥലം പറഞ്ഞോളൂ. സ്ഥലം ക്ലാഫോർട്ടി. വെള്ള ഡ്രസ്സിലാക്കരുത്. എങ്ങനെയുണ്ട്? നമ്മൾ മോമോസ് ട്രൈ ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. ജ്യൂസി, ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്.
ഷോപ്പിങ്ങിന് പോണേ ഗൈസ്. യാ എനിക്കല്ല അവക്ക്. നമ്മളങ്ങനെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറേ ഷോപ്പിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ്. ഇത് ഞാൻ വ്ളോഗിലിടും കേട്ടോ. സൺസെറ്റ് കാണാൻ പോവാണ്. സൺ ഓൾറെഡി പകുതി വഴിയിൽ എത്തിയിട്ടുണ്ട്. സൺസെറ്റ് കാണാൻ പറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സൺ ഓൾറെഡി സെറ്റ് ആവാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേൻ്റെ അവിടുത്തെ ടെറസ് പോലത്തെ ഒരു ഏരിയയിൽ വന്നിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ സൺസെറ്റ് ചെയ്യുന്നത് കാണാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ബൈ ദ വേ. എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? അപ്പം സത്യം പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ സൺസെറ്റ് കണ്ടോ ഇല്ലേ? സണ്ണ് പോയി. ഞങ്ങൾ അങ്ങോട്ട് കണ്ണടച്ചത് സണ്ണ് അങ്ങ് പോയി. അപ്പൊ നമ്മൾ സൺസെറ്റ് കണ്ടില്ല. പക്ഷെ നമ്മൾ കണ്ടു എന്നങ്ങ് അനുമാനിക്കണം അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടാത്തത് നമ്മൾ കിട്ടിയെന്ന് അങ്ങ് വിചാരിക്കാം. ഇവള് കാരണം ഇവക്ക് 1000 ഫോട്ടോ എടുത്തിട്ട് ഇനിയും 10,000 ഫോട്ടോ വേണം പറഞ്ഞു. അതുകൊണ്ട് മാത്രം സൺസെറ്റ് മിസ്സായി. എടുത്തിട്ടേ ഇല്ല ഫോട്ടോ. നമുക്ക് സൺസെറ്റ് കാണാത്തതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇന്ത്യ കഫേക്ക് പോവാണ് ഗൈസ്. ലൊക്കേഷൻ നോക്കി ഇവിടെ എത്തി ഗൈസ്. നന്നായാ മതിയായിരുന്നു. കഫേന്റെ മുന്നിൽ ഒന്നും അങ്ങനെ പറയല്ലേ. ഇതാണ് ഗൈസ് കഫേ. ഫൈനലി നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് കഴിക്കാൻ വന്ന സാധനത്തി. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഏസ്തെറ്റിക് ഉള്ള ഒരു കഫേയാണ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നല്ല ആംബിയൻസ് ഉണ്ട്. നല്ലതാണ്. ബ്രൗണി വാസ് സോ ഗുഡ് ഗൈസ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക്. 500 രൂപ. നല്ല ഫുഡായിരുന്നു. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് അവിടുത്തെ ബ്രൗണി സോ ഗുഡ്. നമ്മൾ രാവിലെ 7 മണിക്ക് എണീച്ച് രാവിലത്തെ വ്യൂ ഒക്കെ കാണണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങി. ഇപ്പൊ 10 മണി ആവാനായി. വാ, ഞങ്ങൾക്ക് 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ പോയില്ലെങ്കിൽ ഇനി ഫുഡ് പോലും കിട്ടൂല. സോ നമ്മൾ ഇട്ട ഡ്രസ്സാല് പോവുകയാണ്. നേരത്തെ വന്നോണ്ടാണോ എന്ന് അറിയില്ല, നമുക്ക് ഇത് കിട്ടിയില്ല. നല്ല വ്യൂസ് ഉണ്ട്. നമ്മളിപ്പം കണ്ട് വൈബ് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കഫേയിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ ചെക്കനെ കാണിച്ചു. അറോമേൻ്റെ പുതിയ ചെക്കൻ. എന്താ അല്ലേ? ഇതേതാ കഫേ? ഏതാ കഫേ? ഇവിടെ വേറെ ടിബറ്റൻ ഫുഡാണുള്ളത്. നമ്മളപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. വർക്കല വന്നിട്ട് ടിബറ്റൻ ചോറും കറിയും. ഹൗ ഇസ് ഇറ്റ്? ഉള്ളത് പറയുകയാണെങ്കിൽ നല്ല ബോറായിട്ടുണ്ട് ഗൈസ്. ചോറും മധുരമുള്ളൊരു സാധനം കൂട്ടി കഴിക്കുന്നതായിരുന്നു. അടിപൊളിയായിട്ട്.
നമ്മളെ സർവ കഫേയിലൊക്കെ പോയി. നല്ല മാനേജർ അവിടുത്തെ കിഡു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഫുഡിനെ പറ്റി പറയാൻ പറഞ്ഞു. അതെ, ഫുഡിനെ പറ്റി. പിന്നെ നമ്മൾക്കൊരു സാധനമൊക്കെ തന്നു, ഒരു സൊവനിയർ ആയിട്ടൊരു കുഞ്ഞു കാർഡ് പോലെയൊക്കെ, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ബീച്ചിൽ പോയി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഒരുമാതിരി ക്രീപ്പ് ലുക്ക് തരുന്നത് നമ്മളെ മലയാളീസും ഈ ഇന്ത്യക്കാർ മാത്രമാണ്. എന്താണാവോ നമ്മുടെ നാട് ഇതിനെനിക്ക് കുറച്ച് ഹേറ്റ് കിട്ടും. പക്ഷേ വി ആർ നോട്ട് ബീങ് റേസിസ്റ്റ്, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് മലയാളീസ് ആൻഡ് തമിഴ് പീപ്പിൾ were staring at us like നമ്മൾ എന്തോ തുണിയിലാണ്ട് നടക്കുന്ന മാതിരി. പക്ഷെ ഫോറിനേഴ്സ് ഒന്നും എത്ര മാനിയായിട്ട് ഒരു കാര്യം മാത്രം നോക്കി പോകുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഇന്നലെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മളിപ്പം സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. സൺ അവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് നമുക്ക് ഇന്നെങ്കിലും കാണാൻ പറ്റും. നമ്മളിപ്പോൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഫോറിനേഴ്സ് ഉള്ളൂ. സോ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ 3 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് പോയ ഈ 2 days ട്രിപ്പ് ഇന്ന് കഴിയാണ്. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് നമുക്ക് സ്റ്റേനെ കുറിച്ച് പറയാം. ഞങ്ങൾ നിന്നത് ആൻഡലിയ ഷെല്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേയിലായിരുന്നു. ബ്ലാക്ക് ബീച്ചിലാണ് വരുന്നത്. ഭയങ്കര അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല സർവീസും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ആൻഡ് അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ ഒക്കെ നല്ലായിരുന്നു. പിന്നെ നമ്മൾ ഏതൊക്കെ കഫേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്? നമ്മള് ലാഫോർട്ടി, പിന്നെ ലിറ്റിൽ ടിബറ്റ്, പിന്നെ കഫേ. ജോണി ചേട്ടൻ്റെ നമ്മൾ കേറിയിട്ടില്ലല്ലോ. വേറെ ഒരു സാധനല്ലേ നമ്മള് കഫേ സർവ, മറ്റേ പാട്ട് കേട്ടൊരു കഫേയിലായിരുന്നു. അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ പെപ്സി സർവ കഫേ. പിന്നെ സർവ അത്രേ ഉള്ളൂ. ഇത് സാൻ ഫ്രാൻസിസ്കോ. അപ്പം ഇതിൽ നമ്മൾ പോയതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇൻഡാ കഫേയാണ്. അവിടെ ഫുൾ ഫോറിനേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ അവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ അവിടുന്ന് ബ്രൗണി കഴിച്ചിട്ടുണ്ടായി. ഇതുവരെ കഴിച്ചിട്ട് വെച്ച് ബെസ്റ്റ് ബ്രൗണി ആയിരുന്നത്. പിന്നെ സർവ കഫേ നല്ലായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല വ്യൂ, നല്ല ഫുഡൊക്കെ ആയിരുന്നു. വേറെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഞങ്ങൾ ലാസ്റ്റ് പോയത്. അവിടെ നിന്നാണ് ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കണ്ടത്. നല്ല വ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ സർവീസ് നല്ലായിരുന്നു. പിന്നെ ക്ലാഫോർട്ടിയിൽ ഞങ്ങൾ പോയി. ഭയങ്കര മോശം സർവീസ് ആയിരുന്നു, പക്ഷെ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അവിടെ ഞങ്ങൾ കഴിച്ചു. സോ യമ്മി, ഭയങ്കര ജ്യൂസി ആയിട്ട്, ലൈക്ക് സോ ഗുഡ്. ലിറ്റിൽ ടിബറ്റ് പോയതിലേക്കും വെച്ചിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫുഡായിരുന്നു അവിടെ. ഞങ്ങൾ വേസ്റ്റ് ആക്കിയത് ഇവിടുന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചു തീർത്തിട്ട്. സോറി ഫോർ ദാറ്റ്. ഭയങ്കര മോശം. ലൈക്ക് മേ ബി ഞങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. മോമോസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ വെജീസ് ഒക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പില്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണസ്റ്റ് റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും വർക്കലയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡാ കഫേ മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ ജസ്റ്റ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ സർവ കഫേ വിസിറ്റിന്റെ ടൈമിൽ പോയാൽ നല്ല തിരക്കായിരിക്കും. അവിടെ കുറെ പേര് 1 hour ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായി. പിന്നെ സാൻ ഫ്രാൻസിസ്കോയും അടിപൊളിയായിരുന്നു. നമുക്ക് സമാധാനം വെച്ച് കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ പോകാൻ പറ്റിയൊരു വൈബാണ് അവിടെ. പിന്നെ ഞങ്ങൾ നിന്ന സ്റ്റേ, അത് ഞങ്ങൾ ആരൊക്കെ വർക്കല പോകണ്ടോ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റേ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഐ എം സോ പ്രൗഡ്, ഞാൻ ഇതന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി എൻ്റെ അഭിപ്രായം പറ. ഹൗ വാസ് ദ ട്രിപ്പ്? സെയിം ആസ് ദി അബവ്.
അത്ര ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ 3 വർഷം പ്ലാൻ ചെയ്ത് 10 on 10 കഴിഞ്ഞു. ഇനി നമ്മള് മണാലി മണാലി പോകുന്നതായിരിക്കും. ഒരു 5 കൊല്ലത്തിന് 10 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മള് ഇനിയൊരു ട്രിപ്പ് പോകണം അല്ലേ? പോയിരിക്കും. അങ്ങനെ ഈ 10 കൊല്ലത്തിൽ നമ്മൾ ഇതുവരെ ഒരു നല്ല ഫോട്ടോ ഉണ്ടായിരുന്നില്ല ഒരുമിച്ച്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രിപ്പ് കൊണ്ട് നമ്മൾ 100 ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഒരുമിച്ച്. 1000. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വർക്കല വ്ളോഗ്. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ട്രിപ്പിൽ കാണാം. ബൈ.